സംസ്ഥാനത്ത് ക്രമസമാധാനം തകരുന്നതിനിടെ പോലീസ് ആസ്ഥാനത്ത് വെട്ടിനിരത്തൽ. ഡിജിപിയുടെ നിരീക്ഷണത്തിനായുള്ള ചീഫ് കൺട്രോൾ റൂം അടച്ചുപൂട്ടി. പോലീസ് സ്റ്റേഷനിലെയും ശബരിമലയിലെയും ക്യാമറാ ദൃശ്യങ്ങൾ അടക്കം ലഭിക്കുന്ന സംവിധാനമാണ് പൂട്ടിയത്. ആസ്ഥാനത്തെ വിവിധ വകുപ്പുകളിൽ ജീവനക്കാരുടെ എണ്ണവും വെട്ടിക്കുറച്ചു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അനന്തകൃഷ്ണൻ നമ്മളോടൊപ്പം ചേരും. അനന്തൻ, പോലീസിനെ പറ്റിയുള്ള പരാതികൾ എത്രത്തോളം കേട്ടിട്ടുണ്ട് സംസ്ഥാന പോലീസ് മേധാവിയും സർക്കാരുമൊക്കെ? നമുക്കറിയാം, കൊല്ലത്ത് ഒരു യുവാവിനെയും സഹോദരനെയും ഇഞ്ചപ്പരുവം ചതച്ച വാർത്ത എത്ര കേട്ടിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലെ CCTV അന്ന് ക്രമക്കേട് വരുത്താനടക്കം അതിൻ്റെ ഒരു ഭാഗം മാത്രം പബ്ലിഷ് ചെയ്ത് പോലീസ് ശ്രമിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്, നമുക്ക് ഓർമ്മയുണ്ടത്. എന്തിനാണിപ്പോൾ ഈ വെട്ടിനിരത്തലും വെട്ടിക്കുറയ്ക്കലും കണ്ണടച്ചു കാണലുമൊക്കെ? മാധു, എന്തിനാണ് ഇപ്പോഴത്തെ ഈ പരിഷ്കാരങ്ങളെന്ന് ആർക്കും വ്യക്തമായിട്ടില്ല. പക്ഷേ DG കൺട്രോൾ റൂം, അതായത് ചീഫ് കൺട്രോൾ റൂം പോലുള്ള ഒരു ബൃഹത്തായ സംവിധാനം അത് ഇല്ലാതാകുന്നത് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ ഇല്ല എന്ന് വേണമെങ്കിൽ സാങ്കേതികമായി ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ പോലീസ് ആസ്ഥാനത്ത് നിന്ന് വിശദീകരിക്കാൻ കഴിയും. കാരണം ഒരു ഭാഗത്ത് ഇൻ്റലിജൻസ് സംവിധാനമുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, മീഡിയ സെല്ലുണ്ട്, വേറൊരു കൺട്രോൾ റൂം 112 എന്ന് പറയുന്ന കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊക്കെയുള്ള വിവരങ്ങൾ DGPക്ക് ലഭിക്കും എന്നൊക്കെയുള്ള വിശദീകരണമാണ് അവർ നൽകുന്നത്. പക്ഷേ ഇതെല്ലാം ഏകോപിപ്പിച്ച് DGPക്ക് മാത്രമായി ഒരു കൺട്രോൾ റൂം, അതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന സംവിധാനം. അതിൻ്റെ ഗുണഫലം കോവിഡിൻ്റെ സമയത്തും ശബരിമല ഇഷ്യൂ വന്ന സമയത്തും അല്ലെങ്കിൽ ഈ പ്രളയം വന്ന സമയത്തുമൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. കാരണം മാത്രമല്ല, ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ സംബന്ധിച്ചൊരു പരാതി വന്നാൽ DGPക്ക് നേരിട്ട് വന്ന് ആ സ്റ്റേഷനകത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് അപ്പോൾ തന്നെ നേരിട്ട് അറിയാനുള്ള സംവിധാനം, അതൊക്കെ വലിയ ഒരു പദ്ധതിയുടെ ഭാഗം തന്നെയായിരുന്നു. അതാണിപ്പോൾ ഒരു പ്രത്യേകിച്ച് വിശദീകരണമൊന്നുമില്ലാതെ ആൾബലം കുറയ്ക്കാനെന്ന പേരിൽ നിർത്തലാക്കിയിരിക്കുന്നത്. മാത്രമല്ല, പോലീസിന് വേണ്ടി എത്രത്തോളം ഫണ്ട് ചിലവാക്കുന്നു, അത് എത്രത്തോളം ദുർവ്യയം സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണിത്. കാരണം നേരത്തെ നമുക്കറിയാം, പോലീസ് ആസ്ഥാനത്ത് ഒരു റോബോട്ടിനെ കൊണ്ടുവച്ചിരുന്നു വരുന്നവരെ സല്യൂട്ട് ചെയ്യാൻ. ആ റോബോട്ട് എവിടെ പോയി എന്ന് നമുക്കറിയത്തില്ല. ലക്ഷങ്ങളാണ് അതിന് ചിലവഴിച്ചത്, അങ്ങനെ ഒരു സംവിധാനം അവിടെ ഒരുക്കുന്നതിൻ്റെ ഭാഗമായി. അതുപോലെ തന്നെയാണ് ഈ DG കൺട്രോൾ റൂം ഒരുക്കിയതും. വലിയ സ്ക്രീനുകൾ, വലിയ TV മോണിറ്ററുകൾ, ഇതൊക്കെ വെച്ച് എല്ലാ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഔട്ട് ഇവിടേക്ക് കൊണ്ടുവന്ന്, ശബരിമലയിൽ നിന്നുള്ള ഔട്ട് കൊണ്ടുവന്ന്, ട്രാഫിക് ക്യാമറകളിൽ നിന്നുള്ള ഔട്ട് കൊണ്ടുവന്ന്, അങ്ങനെ വലിയ ഒരു വലിയ നമ്മുടെ PCR പോലെയൊക്കെയുള്ള വലിയ സംവിധാനമാണ് അവിടെ ഒരുക്കിയിരുന്നത്. അതിനൊക്കെ കോടികളാണ് ചെലവഴിച്ചത്. ആ കോടികളാണ് ഒരു സുപ്രഭാതത്തിൽ പൂട്ടി അങ്ങ് അവസാനിപ്പിച്ചിരിക്കുന്നതെന്ന് വേണം പറയാൻ. കാരണം അത്രത്തോളം ദുർവ്യയം അവിടെ നടത്തുന്നു. അല്ലെങ്കിൽ എന്തിനാണ് ഈ സംവിധാനം ഒരുക്കിയത്, ഇത്തരം കോടികൾ ചെലവഴിച്ച് ഒരുക്കിയത് എന്നുള്ള കാര്യം ചോദ്യചിഹ്നമാകുന്നു. നികുതിപ്പണമാണ് ഇങ്ങനെ പോലീസിൻ്റെ ഓരോ ആ സമയത്തിരിക്കുന്ന ഉദ്യോഗസ്ഥർ നടപ്പാക്കുന്ന പദ്ധതികളുടെ ഭാഗമായി ഒരു പദ്ധതി വരുന്നു, അത് പിന്നീട് ഒരു വിശദീകരണവുമില്ലാതെ ഇല്ലാതാക്കുന്നു. ഏതായാലും സംസ്ഥാനത്തിൻ്റെ മുഴുവൻ സംവിധാനം അല്ലെങ്കിൽ ഒരു നിരീക്ഷണ സംവിധാനം അതാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് ഇല്ലാതായിരിക്കുന്നത്. മാത്രമല്ല, പല വിഭാഗങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥരെ അവിടെ നിന്ന് അവരുടെ ഹോം വിഭാഗങ്ങളിലേക്ക് തിരിച്ചയച്ചിട്ടുണ്ട്. അതെല്ലാം പോലീസ് ആസ്ഥാനത്ത് അംഗബലം കുറയ്ക്കുന്നു, അവിടെ അത്രയും ആളിൻ്റെ ആവശ്യമില്ല എന്നൊക്കെയുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് വിശദീകരണം. നമുക്കറിയാം, സംസ്ഥാനത്ത് ഇനിയിപ്പോൾ പ്രളയസമാനമായ അന്തരീക്ഷം ഉണ്ടാകും എന്നുള്ള പ്രഡിക്ഷനുകൾ ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു. അതിനൊപ്പം തന്നെ മുമ്പെങ്ങും ഇല്ലാത്ത വിധം ഗുണ്ടകൾ സംസ്ഥാനത്ത് അഴിഞ്ഞാടുകയാണ്. അപ്പോൾ നിലവിൽ ഈ ഇലക്ഷൻ ട്രാൻസ്ഫറിൻ്റെ ഭാഗമായി പോലീസുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സ്വന്തം ജില്ലയിൽ നിന്ന് മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ മേളിലുള്ള ഒരു നിരീക്ഷണമൊക്കെ വേണ്ടുന്ന ഒരു സമയം തന്നെയാണ്. ആ സമയത്താണ് ഈ ഒരു ഏകോപന സംവിധാനം തന്നെ ഇല്ലാതാക്കിയിരിക്കുന്നത്. മാധു, മാത്രമല്ല, ഇപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഓപ്പറേഷൻ ആഗൊക്കെ പ്രഖ്യാപിച്ച് എത്ര സംഭവങ്ങളായ അനന്തകൃഷ്ണൻ തലസ്ഥാന നഗരിയിൽ തന്നെ ഗുണ്ടാ വിളയാട്ടത്തിന്റെ പേരിൽ മനുഷ്യന്മാരുടെ ജീവൻ ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പോലീസുകാർക്ക് വലിയ തോതിൽ സമ്മർദ്ദമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പോലീസുകാർ പരാതി പറയുന്നുണ്ടായിരുന്നു, ഈ പറയുന്ന ജോലി സമ്മർദ്ദം എന്ന് പറയുന്നത് അതിജീവിക്കാൻ കഴിയാത്ത തരത്തിൽ മുന്നോട്ട് പോവുകയാണ് എന്നതൊക്കെ. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് സംബന്ധിച്ച് പോലീസ് പറയുന്ന ഒരു വേർഷന് പുറത്ത് കൃത്യമായ അധികാരികളുടെ ഒരു മേൽനോട്ടം വേണ്ടതാണ്. അത് വേണ്ട എന്ന് വെക്കാനുള്ള ലഘുവായ എന്തു സാഹചര്യമായിരിക്കാം പോലീസ് നേതൃത്വം, DGP ഒക്കെ ഇപ്പോൾ സംസ്ഥാനത്ത് കാണുന്നത്? അതിനെക്കുറിച്ച് കൃത്യമായി നമുക്ക് വ്യക്തതയില്ല. അത് തന്നെയാണ് ഇതിനകത്തൊരു പ്രശ്നം. മറ്റുദ്യോഗസ്ഥർക്കും അതിനകത്ത് ഒരു വ്യക്തതയില്ല. അവർ ഒരുപക്ഷെ ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥർ വലിയ ഞെട്ടലിലുമാണ്. കാരണം ഇങ്ങനൊരു സംവിധാനം എന്തിനാണ് ഇല്ലാതാക്കുന്നത്? അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും പറയുന്നില്ല. ഈ പോലീസ് ആസ്ഥാനത്ത് ഇത്രയധികം അംഗബലം ആവശ്യമില്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് പോലീസ് ആസ്ഥാനത്തിൻ്റെ പോലീസ് ചീഫ് അടക്കമുള്ള അഡ്മിനിസ്ട്രേഷൻ സംവിധാനം എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ ആഗൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ഒരു വലിയ തമാശ എന്ന് വേണം പറയാൻ. കാരണം തിരുവനന്തപുരത്ത് ഒരു യുവാവിനെ
കൊല്ലുന്ന സംഭവം ഉണ്ടായി. അത് കേരളത്തിൻ്റെ ഞെട്ടലായി മാറിയ സമയത്താണ് ഓപ്പറേഷൻ ആഗുമായി ഇറങ്ങിയത്. എന്നിട്ട് കുറേ പേരെ പിടിച്ചു എന്നുള്ളൊരു കണക്ക് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു പോലീസ്. അതിൻ്റെ തൊട്ടുപിറ്റേന്നാണ് കായംകുളത്തൊരു റെയിൽവേ ട്രാക്കിൽ വാളുമൊക്കെ ആയിട്ട് ഗുണ്ടകൾ അഴിഞ്ഞാടി ഒരു യുവാവിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അയാളെ മർദ്ദിച്ച് അവശനാക്കുന്ന ദൃശ്യങ്ങൾ അത് അവർ തന്നെ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഓപ്പറേഷൻ ആഗൊക്കെ നടത്തിയിട്ട് ഇത്രയും വലിയ ഒരു പോലീസിനെ പോലും പേടിയില്ലാത്ത ഗുണ്ടകൾ പുറത്തു നിൽക്കുന്നു. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഓപ്പറേഷൻ, പിന്നെ എന്തിനാണ് ഇത്തരം സംവിധാനങ്ങൾ എന്നുള്ള സംശയമാണ് ഉയരുന്നത്. ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇതിനെയൊക്കെ ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഓരോ പോലീസ് സ്റ്റേഷൻ്റെയും നിരീക്ഷണം പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകുമ്പോൾ തന്നെ കുറച്ചെങ്കിലും അവിടുത്തെ പോലീസുകാർ അല്ലെങ്കിൽ ഓരോ സ്റ്റേഷനും കാര്യക്ഷമമായി പ്രവർത്തിക്കുകയെങ്കിലും ചെയ്യും.